നമസ്കാരം. YPF വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വാർത്തകൾ തികച്ചും സത്യമാണെന്നും ഇതിന്റെ പേരിൽ ആർക്കെങ്കിലും മാനസിക പിരിമുറുക്കം നേരിട്ടാൽ അതിൽ YPF ഭാരവാഹികളും അവതാരികയും ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തില്ല എന്നും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ലേഡീസ് മീറ്റിംഗിൽ കസേരകളി. NCFIയിൽ ഹാക്കറിന്റെ വെല്ലുവിളി. ഗതാഗത മന്ത്രി ഡാനിയൽ VBSൽ പറന്നാടി. VBS കൺവീനർ വിദ്യാർത്ഥിയുടെ കൂടെ കരഞ്ഞത് നേരോ. VBSൽ അടുക്കള ടീമിന്റെ വക വൻ പാളിച്ചകൾ. റെയ്ച്ചലിനും അബിക്കും പ്രൈവറ്റ് ട്യൂഷൻ. VBS കൺവീനർ രണ്ടാം ദിവസം ക്ഷീണം. മുങ്ങൽ വിദഗ്ധനെ പിടിച്ച് VBS അംഗങ്ങൾ. ലിവർപൂൾ ചർച്ചിൽ അംഗത്വം നേടി ഏവലും കുടുംബവും. NCFIയിൽ കല്യാണ തിരക്ക്. വാർത്തകൾ വിശദമായി. ലേഡീസ് മീറ്റിംഗിൽ കസേരകളി. ആദ്യമായി YPF വാർത്തകൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത് ലേഡീസ് മീറ്റിംഗിലുണ്ടായ കസേരകളിയെക്കുറിച്ചാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ലേഡീസ് മീറ്റിംഗിൽ നിന്ന് ജെമി ചേച്ചി രാജിവെച്ചതായി നമുക്കറിയാൻ സാധിച്ചത്. 2ൽ പരം വർഷം NCFI സ്ത്രീ സമൂഹത്തെ നല്ല രീതിയിൽ നയിക്കുവാനും കുറേയധികം പ്രാർത്ഥനാ പോരാളികളെ സഭയ്ക്കും ദേശത്തിനും വേണ്ടി നേടുവാനും ജെമി ചേച്ചിക്ക് സാധിച്ചു. YPF സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുമായി അനുബന്ധിച്ച് ലേഡീസ് നടത്തിയ പ്രോഗ്രാം ഇന്റർനാഷണൽ ലെവലിൽ പ്രീതി നേടുകയും പാസ്റ്ററും ലീഡേഴ്സും അവരുടെ ഹാർഡ് വർക്കിനെ അനുമോദിക്കുകയും ചെയ്തു. എന്നാൽ ആനിവേഴ്സറി ടൈമിൽ സ്ത്രീകൾക്ക് അവസരം ലഭിച്ചില്ല എന്ന് പിന്നറയിൽ ഒരു സംസാരമുണ്ടായെന്ന് YPFന് അറിയാൻ സാധിച്ചു. ഈ പരദൂഷണം പറഞ്ഞു പോക്കുന്നത് വാർഷികത്തിലും പ്രോഗ്രാമിലും പങ്കെടുക്കാത്ത ആളുകളാണെന്നും YPF ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിൽ അറിയിക്കുകയാണ്. NCFIയിൽ ഹാക്കറിന്റെ വെല്ലുവിളി. NCFI തന്നെ ആട്ടിയുലച്ച ഒരു പ്രഭാതമായിരുന്നു സെഫി വിശ്വാസികൾക്കെല്ലാം മാറിക്കേറി മെസ്സേജ് അയച്ച് പൈസ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ മെസ്സേജ് അയച്ചത് സെഫി അല്ല എന്നും സെഫിയുടെ പേരും പറഞ്ഞ് ഹാക്കറാണെന്നും മനസ്സിലാക്കിയ വിശ്വാസികൾ ഹാക്കറിനെ NCFI ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്യുകയും ചെയ്തു. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയി നമുക്കറിയാൻ സാധിച്ചത് ഹാക്കർ 900 പൗണ്ട്സ് ചോദിച്ചപ്പോൾ 800 പൗണ്ട്സ് മാത്രം കയ്യിലെടുക്കാനുണ്ടായിരുന്ന ജിബിൻ ബ്രദർ ഹാക്കറുമായി ബാർഗെയിനിങ് നടത്തുകയും ഒടുക്കം ഹാക്കർ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കാമെന്നും ഹാക്കറിനെ ശല്യം ചെയ്യരുതെന്നും ജിബിൻ ബ്രദറിനോട് കെഞ്ചി പറയുകയുണ്ടായി എന്ന് YPF അറിയാൻ സാധിച്ചു. മറുവശത്ത് ഹാക്കറിന് പൈസ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഹാക്കറിന് കൊടുക്കാതെ സ്വന്തം അക്കൗണ്ട് നമ്പർ ഷെയർ ചെയ്ത് അതിലേക്ക് പൈസ ആവശ്യപ്പെട്ട സ്റ്റീഫൻ അങ്കിൾ ഹാക്കറിന് തന്നെ വെല്ലുവിളിയായി. അടുത്തതായി VBS വിശേഷങ്ങളാണ്. ഗതാഗത മന്ത്രി ഡാനിയൽ VBSൽ പറന്നാടി. ഡാനിയൽ ബ്രദറിന് ചുമതലയായി നൽകപ്പെട്ടത് ഗതാഗതമായിരുന്നു. കുട്ടികളെ കറക്റ്റ് ടൈമിൽ VBSൽ എത്തിക്കുകയും തിരിച്ച് വീട്ടിൽ എത്തിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ കുഞ്ഞുങ്ങളെ VBSന് എത്തിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ വരെ തട്ടിമാറ്റി ആക്ഷൻ സോങ് കളിച്ച് പറക്കുകയായിരുന്നെന്നും കുട്ടികളെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ ഊബർ വിളിക്കേണ്ടി വന്നുമെന്നാണ് VBS കൺവീനേഴ്സ് ലീഡേഴ്സിന് നൽകിയ പരാതി. VBS കൺവീനർ വിദ്യാർത്ഥിയുടെ കൂടെ കരഞ്ഞത് നേരോ. ഈ മനം നോവിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചത് VBSന്റെ രണ്ടാം ദിവസമാണ്. ഗാബി എന്ന സ്റ്റുഡന്റ് വാവിട്ട് കരയുകയും അത് കണ്ട് കണ്ണീരൊലിപ്പിച്ച് കുട്ടിയുടെ കൂടെ കരഞ്ഞ കൺവീനർ അലിൻ ബ്രദറുമാണ് YPF ന്യൂസിന്റെ ശ്രദ്ധ പിടിച്ചു വാങ്ങിയത്. കുട്ടി കരഞ്ഞതിന്റെ കാരണം ഒരു പെൻസിലിന്റെ പേരിലാണെന്ന് അറിയാൻ സാധിച്ചത്. പെൻസിൽ തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട വോളണ്ടിയർ ജൂണ കുട്ടി പെൻസിൽ തിരിച്ചു നൽകാഞ്ഞതാൽ വോളണ്ടിയറും കുട്ടിയും തമ്മിൽ കലാശക്കൊട്ടിന് വഴിയായി. വോളണ്ടിയർ ജൂണ ഗാബിയെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയും കുട്ടി കരഞ്ഞുകൊണ്ട് ഓടുകയുമായിരുന്നു. അതേസമയം ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട NCFI ലീഡേഴ്സ് ഗ്രൂപ്പ് ട്രഷറർ സ്റ്റീഫൻ അങ്കിളും പാസ്റ്ററുമായി കൂടിയാലോചിച്ച് ജൂണയ്ക്കും ഗാബിക്കും ഒരു കൂട് പെൻസിൽ വീതം നൽകിയ വിവരം YPF നിങ്ങളോട് അറിയിക്കുകയാണ്. VBSൽ അടുക്കള ടീമിന്റെ വക വൻ പാളിച്ചകൾ. ഏത് പ്രോഗ്രാമിലും ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങുന്നത് NCFI കിച്ചൺ ടീമായിരുന്നു. എന്നാൽ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത VBS വിശ്വാസി YPF ന്യൂസിന് നൽകിയ പരാതി ഇതായിരുന്നു. സിനമൺ ബണ്ണിൽ സിനമൺ സ്റ്റിക്ക് കുറവ്, ചിപ്സ് പാക്കറ്റിൽ എയർ കൂടുതൽ, ജ്യൂസിന് മധുരം കുറവ്, ബിരിയാണിയിൽ കറുവപ്പട്ടയുടെ കൂടുതൽ സ്വാധീനം, സാലഡ് കൊണ്ട് വള്ളം കളി. ഈ പോരായ്മകൾ അടുത്ത പ്രാവശ്യം നിരത്തി പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത വിശ്വാസിയെ വള്ളത്തിൽ കയറ്റി നാടുവിടുമെന്നാണ് NCFI സ്ത്രീ ശക്തി പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. എന്നാൽ സാലഡ് കൊണ്ട് വള്ളം കളിക്ക് നേതൃത്വം നൽകിയ ഏബൽ അടുത്ത വർഷവും വള്ളം കളിക്ക് നേതൃത്വം നൽകുമെന്ന് വാശിയോടെ YPFനോട് പ്രതികരിച്ചു. റെയ്ച്ചലിനും അബിക്കും പ്രൈവറ്റ് ട്യൂഷൻ. NCFIയിൽ ഇംഗ്ലീഷിൽ ഏറ്റവും സ്ഫുടത ഉള്ള ആളുകളിൽ 2 വ്യക്തിത്വങ്ങളാണ് റെയ്ച്ചലും അബിയും. എന്നാൽ അവരുടെ ഈ ഫ്ലുവൻസിയെ തന്നെ ചോദ്യം ചെയ്ത 3 ദിനങ്ങളായിരുന്നു എക്സൽ ടീം ഫ്രെസ്കില്ലയുമായുള്ള അവരുടെ ഏറ്റുമുട്ടൽ.
റേച്ചലിനും അബിക്കും ആക്സന്റ് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞത് ഇപ്പോൾ നടക്കുന്ന ചർച്ച. ഇതിനെ പ്രമാണിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ജൂണെ മലയാളം പഠിപ്പിക്കാൻ വിട്ട സെയിം ട്യൂഷൻ സെന്ററിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് YPF നിങ്ങളെ അറിയിക്കുന്നത്. VBS കൺവീനറിന് 2ാം ദിവസം ക്ഷീണം. വളരെ വ്യത്യസ്തമായൊരു വാർത്തയാണ് YPF ന്യൂസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. VBS തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും ആവേശഭരിതനായി ഓരോ കാര്യത്തിനും മുന്നിട്ട് നിന്നിരുന്ന കൺവീനർ ബിനു ബ്രദർ VBSന്റെ 2ാം ദിവസം മുതൽ ക്ഷീണിതനാകുകയും ഒരു എനർജി ഇല്ലാതെ നടക്കുന്നതും ക്യാമറയ്ക്കുള്ളിൽ പകർത്തിയ YPF ന്യൂസ് ഇതിന്റെ പുറകിലുള്ള കാരണം തേടി പോകുകയുണ്ടായി. ബിനു ബ്രദർ ഇതിനോട് പ്രതികരിച്ചില്ല എങ്കിലും YPF സംശയിക്കുന്നത് മറ്റേ കൺവീനറിന്റെ ഗാർഹിക പീഡനമാണെന്നാണ്. ഇതിനെപ്പറ്റി ആഴത്തിൽ ചർച്ച ചെയ്യുവാൻ ബിൻസി ചേച്ചിയും ജിലു ചേച്ചിയും YPF ന്യൂസ് നേർക്കുനേർ എന്ന പ്രോഗ്രാമിൽ ഇന്ന് വൈകിട്ട് 10 മണിക്ക് ഏറ്റുമുട്ടുന്നതായിരിക്കുമെന്ന് YPF ന്യൂസ് പ്രേക്ഷകരെ അറിയിക്കുന്നു. മുങ്ങൽ വിദഗ്ധനെ പിടിച്ച് VBS അംഗങ്ങൾ. ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് YPF ന്യൂസ് പ്രേക്ഷകരോട് പറയാനുള്ളത്. VBSൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്ന് പണിയെടുക്കുന്നതായി നടിച്ച് പണിയെടുക്കാത്തവരെ വരെ പറ്റിച്ച് നടക്കുന്ന അവാർഡ് ഈ വർഷം കരസ്ഥമാക്കിയിരിക്കുന്നത് അലിൻ ബ്രദറിനാണ്. ഈ അവാർഡിന് വേറെ നോമിനീസിനെ ഒന്നും കണ്ടുകിട്ടിയില്ല എന്നറിഞ്ഞ മേഘ ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന ചോദ്യം അലിൻ ബ്രദറിന്റെ അടുത്ത് ഉന്നയിച്ചു. അതിന് അദ്ദേഹം നൽകിയ 3 ടിപ്സ്. ടിപ്പ് നമ്പർ 1, ഒരു പേനയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് നടക്കുക. റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടേബിൾ പൊക്കി ലെഫ്റ്റ് സൈഡിൽ ഇടുക. ബാക്കിലിരിക്കുന്ന മുതിർന്ന കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് വഴക്ക് പറയുക. ലിവർപൂൾ ചർച്ചിൽ അംഗത്വം നേടി ഏബലും കുടുംബവും. YPF ന്യൂസ് ഇപ്പോൾ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏബലും കുടുംബവും ലിവർപൂളിലേക്ക് പോകുന്നതിനെ പറ്റിയാണ്. ഇടയ്ക്ക് ഏബൽ ലിവർപൂളിൽ പോകുന്നത് അവിടെ ചർച്ചിൽ അംഗത്വം എടുക്കാനാണെന്ന് ചിലർ പറയുമ്പോൾ വേറെ ചിലർ ഡിസ്കസ് ചെയ്യുന്നത് YPF സെക്രട്ടറി പദവി ഇനി ആർക്ക് എന്ന ചോദ്യമാണ്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കാരണം ന്യൂകാസിൽ ഭക്ഷ്യവസ്തുക്കളുടെ കുറവ് മൂലമാണെന്നും ഇടയ്ക്കിടയ്ക്ക് ലിവർപൂളിൽ പോയി സ്റ്റോക്കപ്പ് ചെയ്യുകയുമാണെന്നാണ് YPFന് അറിയാൻ സാധിച്ചത്. NCFIയിൽ കല്യാണ തിരക്ക്. ഇപ്പോൾ ചൂടോടെ ഓടിക്കൊണ്ടിരിക്കുന്നത് NCFIയിലെ കല്യാണ തിരക്കാണ്. ചൂട് ലേശം പോലും കുറയാതെ. എന്നാൽ കൗതുകത്തോടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് ജിന്ദാഷിൻ്റെ കല്യാണമായിരുന്നു. നാട്ടിൽ പോയി വീട്ടുകാരെയെല്ലാം കണ്ടുവരാമെന്ന് പറഞ്ഞയാൾ ചെന്ന ദിവസങ്ങൾക്കുള്ളിൽ വിവാഹിതയാകുകയായിരുന്നു. അതിനുശേഷം NCFIയിൽ പാസ്റ്റർ പുതിയ നിയമം വരുത്തുകയും ലീഡേഴ്സുമായി കൂടിയാലോചിച്ച് NCFIയിൽ പാസ്റ്റർ പുതിയ നിയമം പാസ്സാക്കുവാനിടയായി. കല്യാണം കഴിക്കുന്നവർ നേരത്തെ നോട്ടീസ് തരികയും ലീഡേഴ്സുമായി കൂടിയാലോചിച്ച് ഗിഫ്റ്റെങ്കിലും ഏർപ്പാടാക്കാൻ ടൈം നൽകണമെന്നും പാസ്റ്റർ വിശ്വാസികളോട് അറിയിച്ചു. YPF ന്യൂസിൽ ഇപ്പോൾ വരുന്ന ഹെഡ്ലൈൻ വരാനിരിക്കുന്ന കാലാവസ്ഥയാണ്. മത്തായി 7:15-16. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ, അവർ ആളുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ഈ വചനങ്ങൾ ന്യൂസിൽ ഷെയർ ചെയ്തതിന് പ്രത്യേകം YPF യൂത്തിന് വേണ്ടിയാണ്. ലോകമോഹങ്ങളിൽ അടിമപ്പെട്ടു പോകുകയും ക്രിസ്തുവിനെ മറന്നു കളഞ്ഞ് നിത്യത നഷ്ടമാക്കാതെ ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന് ഓട്ടം നല്ല രീതിയിൽ ഓടുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പോടെ YPF ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. കുറച്ച് നാളുകളായി ന്യൂസ് റീഡർ അധികം സംസാരിക്കുന്നില്ല എന്ന പരാതി ഈ ന്യൂസോടെ തീർന്നു കാണുമെന്ന പ്രതീക്ഷയിൽ അടുത്ത വാരം കാണും വരേക്കും സൈനിങ് ഓഫ് ജിന്ദാഷ്.